ഹലോ ഗൈസ്, നമ്മളിന്നൊരു വെറൈറ്റി സാധനം ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് വാർ കളിക്കാനാണ് പോണേ. അപ്പോൾ നിലവിൽ ഇതൊരു 10 വേഴ്സസ് 10 ആണ്. അപ്പോൾ 1 2 3 4 5 6 7 മൊത്തം 7 ബേസസ് ക്ലിയർ ആക്കാനുണ്ട്. ബാക്കി 3 ബേസസ് എൻ്റെ ക്ലാൻമേറ്റ്സ് അറ്റാക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് റീച്ചാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബേസസിനേക്ക് ഞാനും കൂടെ അടിച്ച് പൊട്ടിച്ച് 45 സ്റ്റാർസ് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. 45 അല്ലല്ലോ, 30 സ്റ്റാർസ് എടുക്കാനാണ് പ്ലാൻ. നമുക്ക് നോക്കാം എത്രത്തോളം വർക്കാവും ഇല്ലയോ എന്ന് പറഞ്ഞാൽ നേരെ തന്നെ നമ്മൾ ബേസ് 1 കയറി അടിക്കാൻ പോവുകയാണ്. അയ്യേ, റഷാണ്, സോറി, റഷ് ബേസ്. അപ്പോൾ ഒന്നും നോക്കുന്നില്ല, നേരെ അങ്ങ് ഇറക്കുക. ഓക്കെ, നേരെ അങ്ങ് ഇറക്കുകയാണ്. നമുക്ക് ബാക്കിയൊക്കെ വരുന്ന വഴി വെച്ച് കാണാം. ഓക്കെ ഗൈസ്, റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. നോ സീൻ, ഇൻവിസിബിൾ സ്പെൽ, റഷ് ബേസ് ആണ്, അതുകൊണ്ട് സിമ്പിളായിട്ട് 3 സ്റ്റാർ കിട്ടും. ഓക്കെ, ഓക്കെ, നിലവിൽ സീനില്ല. ഓക്കെ, റോയൽ ചാമ്പ്യൻ ടൗണിനെ അറ്റാക്ക് ചെയ്യാണ്. അയ്യോ, അത് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. റോയൽ ചാമ്പ്യൻ്റെ ഹെൽത്ത് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോ സീൻ, റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കണേ, ഒരു സീനുമില്ല. ഓക്കെ ഗൈസ്, സീനില്ല. നേരെ ഞാൻ അടുത്ത അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെ നിന്ന് ഫുൾ റൂട്ട് റൈഡേഴ്സ്, കിങ്, വാർഡൻ, ക്യൂണി, ഹീലേഴ്സ്, ബാക്കി എന്തോ സാധനം ടൈറ്റൻ മറ്റത് എല്ലാം അങ്ങ് ഇറക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, സീനില്ല. ഓക്കെ ഗൈസ്, നിലവിൽ സീനില്ലാതെയാണ് പോകുന്നത്. ഓക്കെ, 2 ആർച്ചർ അവിടെ പോയി, കുഴപ്പമില്ല. റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. അയ്യോ, എൻ്റെ വാർഡൻ വേറെ സ്ഥലത്തോട്ടൊക്കെ കയറി പോയാൽ. നിലവിൽ സീനില്ല. ഓക്കെ, ഇത് കുഴപ്പമില്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിലും സീനില്ല. റോയൽ ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നേരെ എൻ്റെ വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ഇത് പെർഫെക്റ്റ് റീസിയറാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ബേസ് അടിച്ച് പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ബേസ് ഒരു 3 സ്റ്റാർ കിട്ടേണ്ടതാണ്. വെറുപ്പിക്കുന്നില്ല, നേരെ നമ്മൾ നെക്സ്റ്റ് അറ്റാക്കിൽ പോകുന്നു. നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റാർ എടുക്കുക എന്നാണ്. അത് എത്ര അറ്റാക്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞില്ല. മൊത്തം എനിക്ക് 6 അക്കൗണ്ട് 12 അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് അക്കൗണ്ടിൽ നേരെ അറ്റാക്ക് ചെയ്യാം. എന്തേ ഡൊണേറ്റ് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഡൊണേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. സെക്കൻഡ് അക്കൗണ്ടിൽ നിന്ന് നേരെ അറ്റാക്ക് ചെയ്യാൻ പോകുകയാണ്. 3ാമത്തെ ബേസാണ് ഞാൻ ഇനി സെക്കൻഡ് അക്കൗണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, പൊട്ട ബേസാണ്, പക്ഷേ എനിക്ക് അതിനനുസരിച്ചുള്ള പൊട്ട ട്രൂപ്സേ ഉള്ളൂ. അത് ഒരു ചെറിയൊരു ടാസ്ക് സാധനമാണ്. നേരെ ഓക്കെ ഗൈസ്, നേരെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. നിലവിൽ ഞാനൊന്നും ഇറക്കിയിട്ടില്ല. ഓക്കെ, ചെറുതായിട്ട് ഞാൻ വീഡിയോ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പുറത്തോട്ട്. ഓക്കെ, അവിടെ ഇവിടെ അവിടെ 1 2 3 4 ഒരു ഫ്രീസ്, ഇവിടെ 2 3 യൂണിറ്റ്സ്, അവിടെ 2 ഒരു ഡ്രാഗൺ, ക്യൂവിന് എല്ലാവരും ഇറക്കി വിട്ടിട്ടുണ്ട്. നടുക്ക് ഒരു റേജ്. ഗൈസ്, ക്യാമറ ബാക്ക് ടു നോർമൽ പ്ലീസ്. ഓക്കെ, ഒരു കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഞാൻ എവിടെ ഫ്രീസ് സ്പെല്ല് ഇടണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീസ് സ്പെല്ലിന് മുമ്പേ ഞാനൊരു റേജ് ഇട്ടിട്ടുണ്ട്. ഫ്രീസ് സ്പെല്ല് ഞാൻ ഇട്ടു, നേരെ റേജും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. നിലവിൽ പ്രശ്നമില്ല. വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അയ്യോ, ഇവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ചെറിയൊരു പാളിച്ച സംഭവിച്ചിട്ടില്ല. അതില്ല, ഒരു ചെറിയൊരു ഫ്രീസ് നടുക്കിട്ട് കൊടുത്തു. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തു. മോണോലിത്ത് പൊട്ടിക്ക് യെസ്, പൊട്ടിച്ചിട്ടുണ്ട്. ഗൈസ്, ഇത് ഒരു ചെറിയൊരു ഫ്ലോപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലോപ്പ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഒരു അക്കൗണ്ട് ഇട്ട് കളിച്ചത് നല്ലൊരു ബേസ്, നല്ലൊരു ഇതെന്തായാലും കിട്ടില്ല ഗൈസ്. ഇതൊരു 85 ആണ്. അപ്പോൾ സോറി, അത് കിട്ടില്ല. 2ാമത്തെ ബേസ് ഇതിട്ട് വേണമെങ്കിൽ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഇട്ട് കളിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഓക്കെ, അല്ല, വെയിറ്റ്, അവിടെ ആ ബേസിൽ എന്തോ ഒരു തകരാറുള്ള പോലെ തോന്നിയെങ്കിലും തകരാറില്ല. ഓക്കെ, സീനില്ല. നമ്മളപ്പോൾ എൻ്റെ ലാസ്റ്റ് ബേസ് എടുക്കുകയാണ്. ലാസ്റ്റ് അക്കൗണ്ട് എടുക്കുകയാണ്. ആ അക്കൗണ്ടിലൊക്കെ ഞാൻ ഇപ്പോഴേ ടൗൺ ഹോൾ 17 ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിലെല്ലാം ബൂസ്റ്റ് ട്രൂപ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ അതിലോട്ടൊന്ന് അറ്റാക്ക് ചെയ്താൽ അത്യാവശ്യം നല്ലതായിരിക്കും. ഇതിൽ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് റോയൽ ചാമ്പ്യൻ എടുക്കാൻ വേണ്ടിയാണ്. റോയൽ ചാമ്പ്യൻ്റെ കൂടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൂട്ട് റൈഡർ അറ്റാക്ക് ചെയ്യണോ ഗൈസ്? ചെയ്യാമല്ലേ? ഓക്കെ, ഞാൻ നേരെ റൂട്ട് റൈഡർ അറ്റാക്ക് ചെയ്യാണ്. ഫുൾ ഡ്രാഗൻ ഇട്ട് കളിച്ചാലോ നോക്കാം. ഒരു വെറൈറ്റി സ്റ്റൈൽ ഞാൻ ഫുള്ള് ഡ്രാഗൻ ഇറക്കിയാണ്. ഒരു അറ്റാക്ക് പോയി എന്ന് പറഞ്ഞാൽ സീനൊന്നുമില്ല. അയ്യോ, എൻ്റെ ട്രൂപ്സും ഇല്ലേ. ആഡ്
ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് എഴുതിയിട്ടിട്ടുണ്ട് കൺഫേം. അല്ല, ഇവിടെ ആഡ് നമ്മൾ എഴുതിയിട്ട് ഒരു ആർച്ചറും കൂടെ ഇട്ട് കൺഫേം അടിച്ച് ബൈ ചെയ്തിട്ടുണ്ട്. നേരെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ഒരു ചെറിയൊരു ഇതിന് വേണ്ടി ഞാൻ നേരെ സെക്കൻഡ് അക്കൗണ്ടിനെയാണ് എൻ്റെ 6ാമത്തെ അക്കൗണ്ടിട്ട് കളിക്കാൻ പോണേ. എത്രത്തോളം വർക്കാവും സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ സോ ഇറക്കി വിട്ടിട്ടുണ്ട് റോയൽ ചാമ്പ്യനെ. ഓക്കെ, സീനില്ലാതെ തന്നെയാണ് പോകുന്നതെങ്കിലും സീൻ വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നിലവിൽ കുഴപ്പമില്ല. അയ്യോ. ഓക്കെ ഗൈസ്, ടൗൺ ഹാളിനെ പൊട്ടിക്കുക, അതാണ് എൻ്റെ മെയിൻ എയിം. പക്ഷേ ഇത് ടൗൺ ഹാളിനെ പൊട്ടിക്കാതെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിഞ്ഞൂടെ എന്താണ് ചെയ്യണേന്ന്. ഓക്കെ, കമോൺ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൽ പൊട്ട എബിലിറ്റിയാണ് നടക്കുന്നത്. സോറി ഗൈസ്. അത്യാവശ്യം ഞാൻ ഒരു വെറൈറ്റി സ്റ്റൈൽ കളിച്ച് നോക്കിയതാണ്. എത്രത്തോളം ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ നേരെ ബാക്കി ട്രൂപ്സ് ഇറക്കുന്നു. ക്യൂയിൻ ഫുൾ ഡ്രാഗൻസ് ഇറക്കി വിട്ടിട്ടുണ്ട്. വാർഡൻ അല്ല, മിനിയൻ പ്രിൻസ് ഇറക്കി ഒരു റൂം ഇറക്കിയിട്ടുണ്ട്. നടുക്കൊരു ഫ്രീസ് സ്പെല്ല് നടുക്കിട്ടിട്ടുണ്ട് ഗൈസ്. നോക്കാം. അയ്യോ, ടോപ്പിൽ ഞാനൊരു ഡ്രാഗൻ ഇറക്കണമായിരുന്നു ഫണൽ ചെയ്യാൻ വേണ്ടി, പക്ഷേ ഇറക്കിയിട്ടില്ല. സീനില്ല. ഓക്കെ, ഞാൻ എൻ്റെ വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തെ ആയി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ടെങ്കിലും സീനില്ല. ഇവിടെ ഓക്കെ ഗൈസ്, ഇതൊരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് ചെറുതായിട്ട് ഫ്ലോപ്പായി. ഒന്നും കൊണ്ടും വിചാരിക്കേണ്ട, നമ്മുടെ 2 അറ്റാക്ക് നല്ലപോലെ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. നേരെ ഞാൻ എൻ്റെ ഇലക്ട്രോ ഡ്രാഗൻ അറ്റാക്കിലോട്ട് തന്നെ ഞാൻ പോകാം. താഴത്തെ ബേസിലൊന്നും ട്രൂപ്സ് ഞാൻ അൺലോക്ക് പോലും ആക്കിയിട്ടില്ല. സോ ചെയ്തിട്ട് എല്ലാവർക്കും ചെയ്യുന്നു. നേരെ എൻ്റെ 6th അക്കൗണ്ടിലോട്ട് പോകുന്നു. 6th അക്കൗണ്ടിട്ട് എന്തായാലും നമുക്ക് 3 സ്റ്റാർ കിട്ടേണ്ടതാണ്. നമുക്ക് നോക്കാം. എല്ലാം പെർഫെക്റ്റ് ആണോ? യെസ്, എല്ലാം പെർഫെക്റ്റ് ആണ്. കിങ് മാറ്റി റോയൽ ചാമ്പ്യൻ പണിയിലാണ്. അപ്പോൾ കിങ്ങിനെ കിടക്കട്ടെ. 2ാമത്തെ അക്കൗണ്ടാണ് കളിക്കാൻ പോണേ. 2ാമത്തെ ബേസാണ് അറ്റാക്ക് ചെയ്യാൻ പോണേ. എൻ്റെ 6ാമത്തെ ബേസ് അക്കൗണ്ടിട്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ ഗൈസ്, ഇറക്കി. എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. നേരത്തെ പിടിച്ച് റൂംസ് ഇറക്കിയിട്ടുണ്ട്. ക്വീൻ, കിങ്, വാർഡൻ, ക്വീൻ, മറ്റു സാധനം ഇത് ഒരു ഫ്രീസ്, ഒരു വാർഡൻ എബിലിറ്റി, ഒരു റേജ്, ഇവിടെ ഒരു റേജ്. ഓക്കെ ഗൈസ്, നോ സീൻ. ഇവിടെ നടുക്കൊരു സ്പെല്ല്, കിങ്ങിൻ്റെ എബിലിറ്റി, വീണ്ടും ഒരു ഫ്രീസ്, വീണ്ടും ഒരു റേജ്, അവിടെ ഒരു റേജ്, വീണ്ടും ഒരു ഫ്രീസ്, വീണ്ടും ഒരു റേജ്. ഓക്കെ ഗൈസ്, എല്ലാ സാധനങ്ങളും ഇറക്കി സെറ്റാക്കി. അയ്യോ, എൻ്റെ ട്രൂപ്സൊക്കെ പോയോ? ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ട്രൂപ്സൊക്കെ ഇത്രയും പെട്ടെന്ന് ചത്തുപോയത് എനിക്കൊരു സങ്കടമുണ്ടെങ്കിലും കുഴപ്പമില്ല. ക്വീനുണ്ട്, ക്വീനല്ല കിങ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു 3 സ്റ്റാർ ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇതിലിപ്പം കുറച്ച് ടാസ്ക് എനിക്കണം. നമ്മുടെ മറ്റേ മൾട്ടി ആർച്ച് ടവറാണ്. അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് ഡാമേജ് തരും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും അയ്യോ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ ഇവിടെ റിവേഴ്സായിട്ട് ഞാൻ ബാക്കിൽ കൂടെ BB ഡ്രാഗൻ ഇറക്കാം. അയ്യോ ഓഫ്, BB ഡ്രാഗൻ ഡെഡ്. ബിൽഡർ ഹട്ടൊക്കെ. ഓക്കെ ഗൈസ്, ഇത് അയ്യോ, ഇലക്ട്രോ ഡ്രാഗൻ്റെ. ഓക്കെ, ഗുഡ്. ഓക്കെ ഗൈസ്, ഇതൊരു നല്ലൊരു ജസ്റ്റ് മിസ്സിൽ 3 സ്റ്റാർ കിട്ടി. 3 സ്റ്റാർ കിട്ടേണ്ടതാണ്, കിട്ടും. ഓക്കെ, ജസ്റ്റ് മിസ്സിലാണ് 3 സ്റ്റാർ കിട്ടാൻ. എനിക്ക് ലക്കുള്ളത് മാത്രം. ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ലക്ക് ഇതിനെയാണ് നമ്മൾ ലക്ക് എന്ന് പറയുന്നത്, മനസ്സിലായത്. ആദ്യമായിട്ടാണ് എനിക്ക് ലക്ക് കിട്ടിയത്. ഇതിന് മുമ്പേ ഒന്നും എനിക്കിങ്ങനെ ലക്ക് സാധാരണ അറ്റാക്കിനെ കിട്ടാറില്ല. ഓക്കെ, അതൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ. അങ്ങനെ നമ്മുടെ 2ാമത്തെ ബേസ് അടിച്ച് കിണ്ടിയാക്കിയിട്ടുണ്ട്. നേരെ ഇനി അടുത്ത 3ാമത്തെ ബേസാണ് കളിക്കാൻ പോകണം. നേരെ റിക്വസ്റ്റ് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നു. നേരെ ഡൊണേറ്റ് ചെയ്യാം. ഫസ്റ്റ് അക്കൗണ്ട് ഇട്ട് തന്നെ ഗൈസ് ഞാൻ അതിൻ്റെ ഡൊണേറ്റ് ചെയ്യണമല്ലോ. ലൂൺസ് ഫ്രീസും അത് ഇതുണ്ട്. ഓക്കെ, ലൂൺസ് ഫ്രീസ് റീച്ച് ബാറ്റിൽ. ഓക്കെ ഗൈസ്, ഞാൻ നേരെ എൻ്റെ ഇനി മൂലത്തെ കുറച്ച് ബേസാണ് കുറച്ച് ടാസ്ക്. പക്ഷേ റഷാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാം ഒരേ ടൈപ്പ് പാറ്റേൺ ആണല്ലോ. ഓക്കെ, എല്ലാം ഒരേ ടൈപ്പ് പാറ്റേണിലാണ് ബേസിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. ഞാൻ നേരെ അപ്പോൾ ടോപ്പ് കളി തന്നെ കളിക്കാൻ പോവുക. ഓക്കെ, നേരെ നമ്മുടെ 3ാമത്തെ ബേസ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, റോയൽ ചാമ്പ്യനെ നേരെ ഇറക്കുന്നു. ഒരു ഇൻവിസിബിൾ സ്പെൽ ഇടുന്നു. ഓക്കെ, നടക്കൊരു ഇൻവിസിബിൾ സ്പെൽ. അവിടെ പെട്ടെന്നാവട്ടെ. ഓക്കെ, ഒരു ഇൻവിസിബിൾ സ്പെൽ നേരെ ടൗൺ ഹാളിൽ നിന്ന് പൊട്ടിക്കാൻ കയറിയിട്ടുണ്ട്. ഓക്കെ,
ഇപ്പം നല്ല കറക്റ്റായിട്ടാണ് കളിക്കുന്നത്. വീണ്ടും ഒരു ഇൻവിസിബിൾ സ്പെൽ, വീണ്ടും ഒരു ഇൻവിസിബിൾ സ്പെൽ. ഓക്കെ, ക്വീനെ റോയൽ ചാമ്പ്യനെ മാക്സിമം ഡെഡ് ആക്കാതെ കൊണ്ടുപോകാനാണ് എനിക്കൊരു ആഗ്രഹം. പക്ഷേ അത് എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. നേരെ ഞാൻ റിവേഴ്സ് സ്റ്റൈലിൽ നമുക്ക് അറ്റാക്ക് ചെയ്യുന്നതാണ്. വാട്, പിന്നെ ഹീലേഴ്സ്, മറ്റേത് ടൈറ്റിൽ, ഇവിടെ 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 അവിടെ മറ്റേത്. ഓക്കെ, എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഒരു വോൾ കയറിയുണ്ട്, അത് അവിടെയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ യുവിൻ്റെ കിങ് സ്ഥലം മാർക്ക് കയറുകയാണ്. കുഴപ്പമില്ല, പക്ഷേ റോയൽ ചാമ്പ്യൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. സീനില്ലാത്തതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ ഇങ്ങനെ ഇറക്കിയത്. ബേസിക്കലി ഇതൊരു 3 സ്റ്റാറാണ് ഗൈസ്. സിമ്പിൾ റഷ് ബേസാണ് ബേസിക്കലി. റഷ് ബേസിന് പിന്നെ അവിടെ ഒരു ഇൻഫർണോ ടവറുണ്ട്, അത് പൊട്ടിക്കാതെയാണ് ഇപ്പം കയറി കൊടുത്തത്. അപ്പോൾ അത് എനിക്ക് ടൈം പ്രശ്നം വരുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ തന്നെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിങ്ങിൻ്റെ വിളിച്ച് ലാസ്റ്റ് കൊടുക്കാം. യെസ്, കിങ്ങിൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. പൊട്ടിച്ച് ബോളൊക്കെ സെറ്റ്. ഓക്കെ ഗൈസ്, അതോടെ നമ്മുടെ മൂന്നാമത്തെ ബേസ് നല്ല പോലെ ഒരു 3 സ്റ്റാർ. അപ്പോൾ ആദ്യത്തെ 3 ബേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നേരെ 4ാമത്തെ ബേസാണ് അറ്റാക്ക് ചെയ്യാൻ പോകണം. എന്തായാലും എൻ്റെ താഴത്തെ 5th ബേസ് ഇട്ട് അറ്റാക്ക് ചെയ്യാം. 5th അക്കൗണ്ട്, ബേസിൽ അക്കൗണ്ട്, സോറി ഗൈസ്. 5th അക്കൗണ്ട് ഇട്ട് ഗ്രൂപ്പ്സൊക്കെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല. 1 2 3 ഫ്രീസ്. ഓക്കെ എല്ലാം പെർഫെക്റ്റ് ആണ്. 4ാമത്തെ ബേസ് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാനത് കണ്ടില്ല ബേസിക്കലി. ഓക്കെ, ഇതാണ് റിവേഴ്സിൽ തന്നെ നേരത്തെ കളിച്ച അതേ സെയിം പാറ്റേണിലാണ് ഞാൻ കളിക്കാൻ പോണേ. നമുക്ക് നോക്കാം. 1 2 3 4 5 ലൂൺസ് അവിടെ ഇറക്കിയിട്ടുണ്ട്. വീണ്ടും 5 ലൂൺ, ബാക്കി ലൂൺസ് ഇറക്കുന്നു. ഇലക്ട്രോ ഡ്രാഗൺ ഇറക്കി, ക്വീൻ, ലൂൺസ്, അവിടെ ഒരു റേജ്, ഇവിടെ ഒരു ഫ്രീസ്, ഇവിടെ ഒരു ഫ്രീസ്, ഇവിടെ ഒരു റേജ്. ഓക്കെ ഗൈസ്, സംഭവം സ്മൂത്തായിട്ടാണ് പോണത്. ഓക്കെ, സീനില്ല. ബാറ്റിൽ ബ്ലിം ഇറക്കിയിട്ടുണ്ട്, എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ സൈഡിൽ കൂടെ ഇറക്കി, അവിടെ ഒരു ഫ്രീസ് ഇട്ടു, റേജ് ഇട്ടു. ഓക്കെ, ഇവിടെ നടുക്കൊരു ഫ്രീസ് ഇട്ടു, ഒരു റേജ് ഇട്ട് വീണ്ടും ഒരു ഫ്രീസ് ഇടുകയാണ്. ഓക്കെ, ഒരു സീനില്ല, ഒരു സീനില്ലെങ്കിലും ക്വീൻ ഡെഡ്. ഓക്കെ ഗൈസ്, റോയൽ ചാമ്പ്യൻ വിളിച്ച് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് മിസ് ജയഗൈസ്, ജസ്റ്റ് മിസ്. ഇതിന് നമ്മൾ ജസ്റ്റ് മിസ് എന്ന് പറയുമോ? യെസ്, ഓക്കെ, റോയൽ ചാമ്പ്യൻ. ഓക്കെ ഗൈസ്, ഇതൊരു പെർഫെക്റ്റ് 3 സ്റ്റാറാണ്. ബേസിക്കലി ഇതൊരു റഷ് ബേസാണ്. എനിക്കിപ്പോൾ ഈ വാറിൽ കിട്ടിയ എല്ലാ ബേസും നല്ല റഷാണ്. എന്നിട്ട് ഞാൻ അറ്റാക്കിൽ 3 സ്റ്റാർ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. ഓക്കെ, അത് വളരെ മോശമാണ്. ഇപ്പോൾ മാക്സ് ബേസിനൊക്കെ അടിച്ചുകൊണ്ടാണ് അടിച്ചടിച്ചാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ റഷ് ബേസിനൊക്കെ ഭയങ്കര പാട്. ഓക്കെ, സീനില്ല. 6th അക്കൗണ്ടിൽ പോയി അടുത്ത ബേസിനെ അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ ഗൈസ്, ഇനി നേരെ നമ്മൾ 5ാമത്തെ അക്കൗണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സീനില്ല. വീണ്ടും ക്യാമറ മാറ്റുന്നു. ഇലക്ട്രോ ഡ്രാഗൻ അപ്പുറത്തിറക്കി. 1 2 3 4 ലൂൺസ്, ബാക്കി ലൂൺസ് ഇവിടെ. വീണ്ടും ഇലക്ട്രോ ഡ്രാഗൻസ്, കിങ്, ഇങ്ങനെ പ്രിൻസ്, ക്വീന്, വാർഡൻ, വീണ്ടും ഒരു ഇലക്ട്രോ ഡ്രാഗൻ. ഓക്കെ, അവിടെ ഒരു നടുക്കൊരു റേജ്, നടുക്കൊരു ഫ്രീസ്, ഇവിടെയും ഒരു ഫ്രീസ് ഇട്ടിട്ട് നടുക്കൊരു റേജ് ഇടാനാണ് പ്ലാൻ. ഇട്ടിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഒരു ബാറ്റിൽ ബ്ലിം, ഒരു ഫ്രീസ്, ഇവിടെ ഒരു ഫ്രീസ്. ഫ്രീസ് എല്ലാം തീർന്നു. ഡാർക്ക്, കുഴപ്പമില്ല. ബാറ്റിൽ ബ്ലിമിൻ്റെ അവിടെ ഒരു ഫ്രീസ് ഇട്ടു. ഇനി വേറെ ഓപ്ഷൻസ് ഇല്ല. എബിലിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നടുക്കൊരു അവിടെ ഒരു ഫ്രീസ് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞൂടല്ലോ. അയ്യോ, ടാസ്ക് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ലപോലെ ഒരു ടാസ്ക്കാണ്. കിങ്ങും ക്യൂവിനും മാത്രമേ ഉള്ളൂ. ഓക്കെ, കിങ്ങിൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ക്യൂവിനെ കൊല്ലല്ലോ. ഗൈസ്, ഇതൊരു നമുക്ക് നോക്കാം. എന്തായാലും ഇത്രയും കളിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കിയാൽ ലക്കുണ്ടെങ്കിൽ ഇതൊരു 3 സ്റ്റാർ ആയിരിക്കും. ലക്ക് വേണം, ലക്കില്ല. ഓക്കെ ഗൈസ്, ലക്കില്ല. അപ്പോൾ നമ്മൾ നേരെ വെയിറ്റ് ചെയ്യണം. വേണ്ട, നമ്മൾ നേരെ അറ്റാക്ക് മാറ്റുന്നു. ഒരു അറ്റാക്ക് ഫ്ലോപ്പായി പോയി. നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 30 സ്റ്റാർസ് എടുക്കാനാണ്. അങ്ങനെ എൻ്റെ 3 അക്കൗണ്ടിൻ്റെ അറ്റാക്ക് ടോട്ടലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കയ്യിലുള്ള 2 അറ്റാക്ക്, ഒരു അറ്റാക്കും കൂടെ എനിക്ക് വേസ്റ്റ് ചെയ്യാൻ ബേസിക്കലി ഇതുണ്ട്. ഓക്കെ, നേരെ എൻ്റെ 2nd അക്കൗണ്ട് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ച് കെയർഫുള്ളായിട്ട് കളിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ചീവ്മെൻറ്റ് എടുക്കാൻ പറ്റത്തില്ല. സോ ഞാൻ കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ കളിക്കണം. ഓക്കെ, ഇനി ഒരു വെറൈറ്റി സ്റ്റൈലിൽ അറ്റാക്ക് ചെയ്യണോ എന്ന് ചോദിച്ചാൽ വേണ്ട. സ്റ്റിൽ ക്യാരിങ് ദ സെയിം പാറ്റേൺ. നമുക്ക് നോക്കണമല്ലോ.
പാറ്റേണിൽ എവിടെയാണ് പ്രശ്നമെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ ഒരു റേജ് ഇടുകയാണ്. നമുക്കൊരു ഫ്രീസ്, അവിടെ ഒരു ലൂണ്, ഇവിടെ 2 ലൂണ്, അത് കാര്യം ഓക്കെ ആയി. ഇനി ഇവിടെ ഒരു റേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫ്രീസ്, ഇവിടെ ഒരു റേജ് ഇടുന്നു, ഇവിടെ ഡ്രാഗൻ. ഓക്കെ, അറ്റാക്കി വീണ്ടും ഒരു ഫ്രീസ് ഇട്ടു. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്രീസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സീനില്ല. ഇനി ഞാൻ ഏത് ഡയറക്ഷനിൽ നടക്കണമെന്ന് ചോദിച്ചാൽ ക്യാരിങ് ദ സെയിം പാറ്റേൺ. വാർഡൻ കിങ് മിനിയം പ്രിൻസ് ചെറുതായിട്ട് മാറ്റി ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, സീനില്ല. അടുത്തൊരു റേജ് സ്പെല്ല് ഇട്ടിട്ടുണ്ട് ഗൈസ്. വാർഡനെ വിളിച്ച് കൊടുത്തു. അയ്യോ, സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു മണ്ടത്തിലാണ് ചെയ്തത്. നോക്കട്ടെ, ഇതൊരു അയ്യോ, റഷ് ബേസാണ്. എന്നിട്ടാണ് ഞാൻ 3 സ്റ്റാർ അടിക്കാതെ വിടുന്നത്. എൻ്റെ ദൈവമേ ഗൈസ്, ഇനിയുള്ള അറ്റാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 2 3 എനിക്കപ്പുറത്ത് 4 അറ്റാക്ക് ഉണ്ടല്ലേ. ഓക്കെ, 4 അറ്റാക്ക് ആണെങ്കിലും അത് ഭയങ്കര ബാഡായിപ്പോയി. നമുക്ക് 9ാമത്തെ ബേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ ബേസ് കുഴപ്പമില്ല, മറ്റേ ബേസ് കുറച്ച് ടാസ്ക്കാണ്. അയ്യോ, വളരെ ബാഡാണ് ഗൈസ്, വളരെ ബാഡാണ്. നമുക്ക് അറ്റാക്ക് പാറ്റേൺ ഒന്ന് മാറ്റിയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ അട്ടർ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ അറ്റാക്ക് പാറ്റേണിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുത്താൻ പോവുകയാണ്. കുറേ ലൂൺസ് ഇറക്കാം, ഒരു 17 ലൂൺസ് അങ്ങ് ഇറക്കുകയാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. 5th ബേസ് അറ്റാക്ക്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കുറേ ലൂൺസ് എടുത്തിട്ടുണ്ട്. ലൂൺസ് വെച്ച് ഞാൻ അറ്റാക്ക് ചെയ്താൽ ഇത് ഇവിടെ എപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. വീണ്ടും ഞാൻ ക്യാമറ മാറ്റി അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അതിന് മുമ്പേ ഇവിടെ 2 ലൂൺസ് ഇട്ട് അത് സെറ്റാക്കി. ഇവിടെ 1 2 3 ലൂൺസ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാവും. ഓക്കെ, അവിടെ റേജ്, അവിടെ ഒരു ഫ്രീസ്, വാർഡൻ കിങ് ക്വീന്, കിങ് പ്രിൻസ് എബിലിറ്റി, വീണ്ടും ഒരു ഫ്രീസ്, വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു സീനും ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പറയണ മുമ്പ് അതങ്ങ് സീനില്ല എന്ന് ചോദിച്ചാൽ സീനില്ല. ഗൈസ്, റഷ് ബേസിനെ 2 സ്റ്റാർ പോയിട്ട് 1 സ്റ്റാർ ആവും. എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് കാണിക്കണേ. ഓക്കെ, പാറ്റേൺ ഒന്ന് മാറ്റിയാലേ പറ്റത്തുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ ആ ബേസ് എങ്ങനെ ഞാൻ 3 സ്റ്റാർ ഈ പൊട്ട ട്രൂപ്സ് കൊണ്ട് കളിക്കുമെന്ന് എന്തായാലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ 4th ബേസിലും ഞാൻ 3 സ്റ്റാർ ഇട്ടില്ലെങ്കിൽ പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ചു വളരെ സിമ്പിളായിട്ട് 3 സ്റ്റാർ എല്ലാ കാര്യങ്ങളും കിട്ടുമെന്നാണ്. പക്ഷേ ഇത് ഭയങ്കര ബാഡായിട്ടാണ് പോണേ. ഞാൻ ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ടില്ലാത്ത സ്റ്റൈലിൽ കളിച്ചാലോ എന്ന് ചോദിച്ചാൽ നോക്കട്ടെ. ഡ്രാഗൻ അറ്റാക്ക് ചെയ്യാം. എത്രത്തോളം വർക്കാവുന്ന പറഞ്ഞില്ല, പക്ഷേ ഡ്രാഗൻ അറ്റാക്ക് കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. അതിന് എത്ര ലൈറ്റിംഗ് സ്പെല്ല് വേണം ഗൈസ്, വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 3 ലൈറ്റിംഗ് സ്പെല്ലിൻ്റെ ആവശ്യമുള്ളൂ. 3 ലൈന് മൊത്തം 1 3 3 6, പിന്നെ 2 റേജ് ഫ്രീസ്, 3 ഫ്രീസ് ഇടാം. ഓക്കെ, ഫുൾ ഡ്രാഗൻസാണ് ഞാൻ ഇറക്കാൻ പോകുന്നത്. ഫുൾ ഡ്രാഗൻസ്, പിന്നെ കുറച്ച് ലോൺസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂപ്സായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിട്ട് ഞാൻ അറ്റാക്ക് ചെയ്ത് ജയിച്ചാലേ പറ്റൂ. ഇതും ജയിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ചെറുതായിട്ട് ഫ്ലോപ്പായി ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. 1 2 3 താങ്ക്സ്. അപ്പോൾ നല്ല പോലെ ഫ്ലോപ്പായിട്ടുണ്ട് 2 അറ്റാക്ക്. ഓക്കെ ഗൈസ്, ഫ്ലോപ്പായിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു സീനില്ലാതെയാണ് നിലവിൽ പോണേ. ഞാൻ ഫ്ലോപ്പായെന്ന് വിചാരിച്ചാണ്, നിലവിൽ ഫ്ലോപ്പ് ആവാതെയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഓക്കെ, നമുക്ക് നോക്കാം ഈ അറ്റാക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന്. എനിക്കൊരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ഇപ്പോൾ പെട്ടെന്ന് റാൻഡമായിട്ടൊരു ട്രൂപ്പ് ഇറക്കി.
ഇതുവരെ ഞാൻ ഡ്രാഗ് മാത്രമായിട്ട് ഇട്ട് ഇങ്ങനെ ലൈറ്റിംഗ് സ്പെല്ലിട്ട് ഞാൻ കളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കളിക്കണം. കൊള്ളാം. ബേസിക്കൽ അറ്റാക്ക് കൊള്ളാം. ഓക്കെ, ഗ്രൂപ്പ് കോമ്പോസിഷൻ വളരെ ഓക്കെ ആയിട്ട് ആണ് തോന്നുന്നത്. കിങ്ങിൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അയ്യോ അയ്യോ അയ്യോ. ഓക്കെ ഓക്കെ ഓക്കെ, സീനില്ല. ഓ ഗൈസ്, കൊള്ളാം. ഇലക്ട്രോ ഡ്രാഗിനെയും കാട്ടി നല്ലൊരു ട്രൂപ്പ് ഞാനിപ്പോൾ ഡ്രാഗനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും ഇലക്ട്രോ ഡ്രാഗൻ അറ്റാക്കും ചെയ്തിട്ടും എനിക്ക് 3 സ്റ്റാർ കിട്ടില്ല. നേരെ ഞാനിപ്പോൾ ഡ്രാഗൻ ചെയ്തപ്പോൾ നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി കറക്റ്റ് 2 ബേസ് 2 അറ്റാക്ക്. ടോപ്പ് ഇത്രയും ബേസ് ക്ലീൻ ആയിട്ടുണ്ട്. ലാസ്റ്റത്തെ 2 ബേസ് അതുകൊണ്ട് ഫ്ലോപ്പ് ആക്കരുത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, റിക്വസ്റ്റ് ചെയ്ത്. നേരെ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ പോയി 2 പേർക്കും ഡൊണേറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. 2 ബേസ് 2 അറ്റാക്ക്. ഞാൻ എളുപ്പത്തിൽ 3 സ്റ്റാർ കിട്ടുമെന്ന് വിചാരിച്ച ബേസുകൾ ബേസിക്കലി എളുപ്പത്തിൽ കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ, ലൂൺസ്. ഇത് എത്ര മിനിറ്റ് വീഡിയോ ആകുമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് അങ്ങ് തീരുമെന്ന്, പെട്ടെന്ന് തീർന്നിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ മിനിറ്റിന് ഇത് ഭയങ്കര, അയ്യോ ഇപ്പം തന്നെ 1/2 മണിക്കൂറായി, സോറി. ഓക്കെ ഗൈസ്, ഇതെങ്ങനെ കളിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നോക്കാം. ഇലക്ട്രോ ഡ്രാഗൻ തന്നെയാണ് നല്ലത്. ഓക്കെ, ഇത്ര ലൂൺസിൻ്റെ ആവശ്യമില്ല. എന്തായാലും കിടക്കട്ടെ, എന്തായാലും നമ്മൾ എടുത്തല്ലേ, എന്തിനാ മാറ്റം വേണം. നമുക്ക് ലൂൺസ് ഇട്ട് റിസ്ക് എടുത്ത് അങ്ങ് കളിക്കാം. നമുക്ക് നോക്കാം. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നും കൊണ്ട് വിചാരിച്ച് ഞാൻ നേരെ എൻ്റെ ട്രൂപ്സിനെ ഇറക്കുന്നു. ഇറക്കി വലിയ സീനില്ല. വാടൻ കിങ് ക്യൂവിന് മിനിയം ഫ്രണ്ട്സ് നേരത്തെ പിടിച്ച് ലൂൺസ് ഇറക്കുകയാണ്. ഫുള്ള് ലൂൺസ് ഇറക്കി വിട്ടിട്ടുണ്ട്. ഒരു റേജ് വാടൻ എബിലിറ്റി. നടുക്ക് ഒരു റേജ് ഇട്ടിട്ടുണ്ട്, നടുക്കൊരു ഫ്രീസും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇല്ല ഇപ്പോൾ നിലവിൽ ഒരു സീനുമില്ല. അവിടെ ഒരു ഫ്രീസ്, അവിടെ ഒരു റേജ്, കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റേജ് അല്ല, റേജാണോ വരുന്നത്? ഫ്രീസ് അല്ല ഇട്ടത്. ഓക്കെ, ഫ്രീസാണ് ഇട്ടത്. ഓക്കെ, അത് റേജാണോ എന്താണോ വരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, ഇതൊരു നല്ലൊരു 3 സ്റ്റാർ തന്നെ കിട്ടും. ഓക്കെ, ഒരു റേജ് ഇട്ട് ഒരു ഫ്രീസ് ഇട്ട് മിനിയം പ്രിൻസിൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഇത് നല്ലൊരു 3 സ്റ്റാറാണ്. ഓക്കെ, ബേസിക്കലി അപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നേരെ നമ്മുടെ അടുത്ത അക്കൗണ്ടിൽ പോകുന്നു. 4ാമത്തെ അക്കൗണ്ട് ഇട്ട് അറ്റാക്ക് ചെയ്യാൻ പോകണം. നമുക്ക് നോക്കാം അതൊരു 3 സ്റ്റാറാണോ. ഇത് വെച്ച് മൊത്തം 27 ഓക്കെ, അയ്യോ ഡ്രാഗൻ അറ്റാക്ക് വേണ്ട, ഇലക്ട്രോ ഡ്രാഗനിൻ്റെ ആവശ്യമുള്ളൂ. പോരെ, മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമല്ലേ, നമുക്ക് വെറൈറ്റി വേണ്ട. ഇപ്പം എന്തായാലും വെറൈറ്റി ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. വേണോ? വേണ്ട. വേണോ? വേണ്ട. ഇലക്ട്രോ ഡ്രാഗൻ അറ്റാക്കിനെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. 9 ഇലക്ട്രോ ഡ്രാഗൻ, ബാക്കി എല്ലാം ലൂൺസ്. ലൈറ്റിംഗ് സ്പെല്ലൊക്കെ മാറ്റി 4 റേജ്. ഓക്കെ, വെറുതെ പുതിയ ട്രൂപ്പിട്ട് അറ്റാക്ക് ഞാൻ ട്രൈ ചെയ്യാനില്ല. അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ട്രൈ ചെയ്യാം. വെറൈറ്റി സ്റ്റൈൽ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, എല്ലാം ഇറക്കിയിട്ടുണ്ട്. അവിടെ വന്ന് ഓക്കെ, ഇനി ബാക്കിയുള്ള ലൂൺസ് നരിച്ച് ഇറക്കുക. വാർഡൻ കിങ് ക്യൂവിന് മിനിയം റേഞ്ച്, പിന്നെ എബിലിറ്റി നടുക്കൊരു റേജ് അല്ല നടുക്കൊരു ഫ്രീസ്. വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റേജ്, ഇവിടെ ഒരു ഫ്രീസ്. ഓക്കെ, സീനില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവിടെ ഒരു റേജ് ഇട്ടിട്ടുണ്ട്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തു, വീണ്ടും ഒരു ഫ്രീസ്. അവിടെ ഒരു റേജ്, ഇവിടെ ഒരു റേജ്, ഇനി പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തു. ഓക്കെ, സീനില്ലാതെയാണ് പോണത്. സീനാക്കരുത് ഗൈസ്. ഞാൻ വീഡിയോ തുടങ്ങിയത് തന്നെ ഒരു 30 സ്റ്റാർ എടുക്കുമെന്നാണ്. അപ്പോൾ 30 സ്റ്റാർ എടുത്തെങ്കിൽ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് 30 സ്റ്റാർസ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറേ അറ്റാക്ക് ഫ്ലോപ്പായി പോയി. ഞാൻ ആ അറ്റാക്കൊന്നും ഞാൻ കട്ട് ചെയ്യാതെ നേരെ ഈ വീഡിയോ തന്നെ അങ്ങ് ചെയ്യാം, എന്നാലല്ലേ ഒരു നാച്ചുറൽ തോന്നിക്കുള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മുടെ ബേസ് എല്ലാം അടിച്ച് പൊട്ടിച്ച് നേരെ 30 ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. മൊത്തം 16 അറ്റാക്ക്. 30 കുഴപ്പമില്ല. ഇതൊന്നും 100% ആണല്ലോ. ഓക്കെ ഗൈസ്, ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. താങ്ക് യു ഗൈസ്.